25 ലക്ഷം? ആ എയ്ഡഡ് അല്ലേ, ഡെപ്പോസിറ്റ് ആയിട്ടാ. അത് മനസ്സിലായി. അപ്പൊ ഈ NSS വഴിയുള്ള പുഷ് ചെയ്താൽ ജോലി ഉറപ്പിക്കാന്നേ ഉള്ളൂ, ഡെപ്പോസിറ്റ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതിപ്പോ ഏത് വഴി നോക്കിയാലും ഡെപ്പോസിറ്റ് അവർ പറയണ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. സ്ഥിരം ജോലി അല്ലേ, കാശ് കൊടുത്ത് കയറാൻ ഒരുപാട് പേരുണ്ടാവും. നീ നിന്റെ വഴിക്ക് നോക്ക്, ഞാനും നോക്കാം. ഈ വന്ന ടീം എത്ര കാലം ഉണ്ടാവും? ആ അച്ഛൻ ഓക്കെ ആവുന്ന പറയുന്നൊക്കെയാ പറഞ്ഞത്. ഈ ഓക്കെ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, നിന്റെ വണ്ടയിലും അത് തന്നെ ഓടുന്നെന്ന് എനിക്കറിയാം. എന്ത് പാർട്ടീഷൻ? ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അവിധത്തിനും വീതം ഒരു മാതലില്ല. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ. ഒരു ബന്ധമില്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അവർക്ക് എന്റെ വീതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ബന്ധമുണ്ട് ശശിയേട്ടാ, അതല്ലേ പ്രശ്നം. ശ്രീകണ്ഠപുരത്ത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇവിടെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കാണുന്ന വസ്തുക്കളൊക്കെ അച്ഛൻ്റെ പേര് തന്നെയാണോ? ഉണയിച്ച ഇനി ഈ വധൂരി എന്തെങ്കിലും കേട്ട് കാണോ? കേട്ട് കണ്ടില്ല. നല്ല ഉയരമുള്ളതെങ്ങല്ലേ, എത്തൂല സൗണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. അച്ഛൻ്റെ ആദ്യ ഭാര്യ നമ്മുടെ അമ്മയാണെന്നുള്ളതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെട്ടുള്ളത് നമ്മളായതുകൊണ്ടും ഈ നോർമൽ ഷെയർ പരിപാടി ഒഴിവാക്കി എന്തെങ്കിലും ചെറിയ ചില്ലറ കൊടുത്ത് അവരെ പറഞ്ഞുവിടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. എങ്ങനെ? ഒന്നുമില്ല, നമ്മുടെ അമ്മയാണ് സീനിയർ എന്നുള്ളത് കാണിക്കാം. ബാക്കി ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ച് അവർ നോക്കിക്കോളും. നമ്മളെ പോലെ അല്ലല്ലോ, അവരുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടാവില്ലേ. ഇതൊക്കെ അച്ഛന്റെ കാലശേഷമല്ലേ? അല്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് ചെല്ലണ്ട. ഹോസ്പിറ്റലിൽ നമ്മളെ കാണാൻ പോയ പോലെ അവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞോട്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടത്, മനസ്സിലായോ? പക്ഷേ അമ്മയുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന ഒരു പ്രൂഫ് എത്രയും പെട്ടെന്ന് എടുത്തു നോക്കണം. അതിപ്പോൾ ഈ രണ്ടു കൂട്ടരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്താലും മതി.